ഹലോ ഗൈസ്, എല്ലാവരും ഉറങ്ങാൻ കിടന്നാണോ അല്ലേ? സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനും പിള്ളേരും ഒക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന് പിള്ളേർ ഉറങ്ങിപ്പോയായിരുന്നു. അതായത് ആദ്യം ഉറങ്ങിയില്ല, കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങിയായിരുന്നു. പക്ഷെ അച്ഛൻ വന്നപ്പം കടയടച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും എഴുന്നേറ്റു. അങ്ങനെ പിന്നെ അന്നേട്ടൻ പറഞ്ഞു നമുക്കെന്നാന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. ജസ്റ്റ് ഇങ്ങനെ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങി. ചെറിയൊരു മഴക്കോള് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു മഴക്കോള് പോലെ വന്ന് അപ്പം തന്നെ മാറി. നോക്കിയേ, നമ്മുടെ പുനലൂരിനെ ഇങ്ങനെ ഇത്ര സൈലൻ്റായിട്ട് ഈ ടൈമിലൊക്കെ കാണാൻ പറ്റത്തുള്ളില്ലേ. അതും ഈ ഓണ സമയത്ത് പകലൊന്നും നമുക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല, നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഈ സമയത്തും ചില ഷോപ്പുകളൊക്കെ തുറന്ന് കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ രണ്ട് സത്യയൊക്കെ ഇപ്പോഴും തുറന്ന് കിടക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്, ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല രസമാണ് കാണാനല്ലേ. നമ്മുടെ പുനലൂരിൽ ഇതല്ലാതെ കാണാൻ വേറെ കുറേ അധികം സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ. പിന്നെന്താണ് ഗൈസ്, ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫാമിലിയും കൊണ്ട് രാത്രിയിൽ, അതായത് നൈറ്റിൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ടൈമിലൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് കറങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം, നല്ല രസമാണ്. പക്ഷേ വേറെ കാര്യങ്ങളേ ഉള്ളൂ, എല്ലാ ഷോപ്പും ഒന്നുമില്ല, നമുക്ക് എല്ലാ സാധനങ്ങളും ഒക്കെ ഈ സമയത്ത് ഇറങ്ങി ഒന്നും വാങ്ങാനൊന്നും പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ രാത്രിയിലും നമുക്ക് ടൗണിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ കല്ലൂസിനൊരു സ്വഭാവമുണ്ട്, എത്ര ഉറക്കത്തിൽ കിടന്നാലും അച്ഛൻ വന്ന് അവൾ അപ്പം തന്നെ എണ്ണിക്കും. അച്ഛൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പം തന്നെ എണ്ണീറ്റ് പിന്നെ അച്ഛൻ്റെ കൂടെ കളിച്ചിട്ടൊക്കെ പിന്നെ കിടന്ന് ഉറങ്ങത്തുള്ളൂ. ലച്ചൂസ് പിന്നെ അത്രയൊന്നും ആയിട്ടില്ല, എന്നാലും ലച്ചൂസിന് എവിടെയെങ്കിലും പോകാൻ വലിയ ഇഷ്ടമാണ്. കുഞ്ഞു വാവയാണെങ്കിലും എവിടെയെങ്കിലും പോകാനെ കൊണ്ട് നമ്മൾ വണ്ടി കയറുമ്പോഴേ അവൾക്ക് മനസ്സിലാവും എവിടെയെങ്കിലും പോകാൻ പറയുമ്പോൾ പിന്നെ അയാൾ ഉറങ്ങത്തൊന്നുമില്ല, ഉണർന്നിരുന്നിങ്ങനെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. 4 മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ ലച്ചൂസിനിപ്പോൾ. നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഒട്ടും ആൾക്കാരില്ല. ഞാനങ്ങനെ ഏട്ടനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. നമുക്ക് തൂക്കുപാലമൊക്കെ ഡെക്കറേഷൻ ചെയ്തതൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഗൈസ്, ഇവിടെ വന്നിട്ടും തൂക്കുപാലത്തിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഡെക്കറേഷൻ എന്തൊക്കെയോ വർക്കുകളൊക്കെ ആളുകൾ നിന്ന് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലൈറ്റ്സൊക്കെ ഓണാക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ നേരെ രാധാസിൻ്റെ അടുത്ത് വന്ന് കണ്ടോ, രാധാസിൻ്റെ അടുത്ത് കണ്ട വന്നപ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് രാധാസ് നല്ല അടിപൊളിയായിട്ട് അവരെ ഡെക്കറേഷൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലാഗൊക്കെ ദൂരെ നിന്ന് വരുമ്പോഴേ ആ ഒരു വിഷ്വലൊക്കെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് പിള്ളേർക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി, പുലികളിയോ അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ മാസ്കൊക്കെ ഏട്ടൻ കല്ലൂന് ആദിക്ക് വാങ്ങിക്കൊടുത്തായിരുന്നു. ലച്ചുവിന് പിന്നെ കുറേ കുഞ്ഞു കളിപ്പാട്ടങ്ങൾ, അവൾക്ക് അത് വെച്ച് കളിക്കാനുള്ള ഇതേ ആയിട്ടുള്ളൂ. അതൊക്കെ കൊണ്ടുവന്ന് കിൽക്കാമ്പെട്ടിയൊക്കെ ലച്ചുവിന് വാങ്ങിച്ചതൊക്കെ കൊണ്ടുവന്ന് അവരച്ഛനും മക്കളോട് അങ്ങ് കളി തുടങ്ങി. പിന്നെ രാത്രി ഉറങ്ങാൻ എനിക്ക് തോന്നുന്നില്ല ഈ സമയത്ത്, പിന്നെ ഉറക്കം പിന്നെ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് എങ്ങനെയായാലും ഒരു 12 മണി കഴിയും. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ എന്തായാലും 3 പേരെയും പിടിച്ച് ഉറക്കാൻ കിടത്തി. കല്ലൂസ് പെട്ടെന്ന് ഉണരുകയും ചെയ്യും, പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും. അതുപോലെ അവൾ എന്തായാലും ആദ്യമേ തന്നെ ഉറങ്ങി. പിന്നെ ആദ്യം കാർട്ടൂണും കണ്ടവിടെ കിടപ്പുണ്ട്. ഏതെങ്കിലും സമയത്തൊക്കെ ആയിരിക്കും ആദ്യം ഉറങ്ങുന്നത്. ലച്ചൂസ് പിന്നെ അങ്ങനൊന്നുമില്ല, രാവും പകലും ഒന്നുമില്ല. ലച്ചൂസിന് കൂടെ ഉറങ്ങണം, കൂടെ ഉണർന്ന് ഇങ്ക് കുടിക്കും, ഉറങ്ങും, അങ്ങനെയൊക്കെയാണ് ആൾ. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.